സ്വന്തം ജീവന്റെ ജീവനായ മക്കളെ രക്ഷിക്കാൻ അച്ഛൻ മക്കൾക്ക് കവചമായി നിന്ന വെടിയുണ്ടകളെല്ലാം സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. ലോകത്തിനടുക്കിയ ന്യൂസിലാൻഡ് വെടിവയ്പ്പിനിടെയായിരുന്നു മക്കളെ രക്ഷിക്കാൻ ദുബായിലെ ബിസിനസ്സുകാരൻ വെടിയുണ്ടകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയത്. ന്യൂസിലാൻഡിൽ സ്ഥിരതാമസക്കാരനായ ഇറാഖി വംശജൻ അബീദ് സമിയാണ് മക്കളായ അബ്ദുള്ള, അലി എന്നിവർക്ക് വേണ്ടി വെടിയുണ്ടകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് തറച്ച വെടിയുണ്ടകൾ പിന്നീട് ആശുപത്രിയിലെത്തി നീക്കം ചെയ്തു. ആക്രമണത്തിൽ അബ്ദുള്ള, അലി എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ക്രൈസ്റ്റ് ചർച്ചിലെ നൂർ മസ്ജിദിലായിരുന്നു ഇവരും ഉണ്ടായിരുന്നത്. അൽ ഐനിലും ഒമാനിലും എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി നടത്തുന്ന അബീദ് സമി വ്യാഴാഴ്ച ദുബായിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് പോയതാണ്. ഇദ്ദേഹത്തിന്റെ മകളായ ഹിബ അബീദ് ദുബായിലുണ്ട്. തന്റെ പിതാവാണ് റിയൽ ഹീറോ. സ്വന്തം ജീവൻ പണയം വെച്ച സഹോദരന്മാരെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി എന്നും ഹിബ പറഞ്ഞു. പിതാവിന് വെടിയേറ്റതറിഞ്ഞതു മുതൽ ഈ യുവതി കരച്ചിൽ നിർത്തിയിട്ടില്ല. ഉടൻ ന്യൂസിലാൻഡിലേക്ക് ഫോൺ വിളിച്ച് പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി. സംഭവം അറിഞ്ഞയുടൻ ന്യൂസിലാൻഡിലേക്ക് വിളിച്ച് പിതാവും സഹോദരന്മാരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കി. പിതാവിന്റെ പിൻഭാഗത്ത് പതിച്ച വെടിയുണ്ട പിന്നീട് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു. എന്നാൽ മരിച്ച 49 പേരിൽ 12 വയസ്സുകാരനടക്കം ഒട്ടേറെ പരിചയക്കാരും സുഹൃത്തുക്കളും ഉണ്ടെന്നും യുവതി പറഞ്ഞു. വ്യാഴാഴ്ചയാണ് പിതാവും മാതാവ് സന അൽഹാറും ന്യൂസിലാൻഡിലേക്ക് പോയത്. വെള്ളിയാഴ്ച 23 വയസ്സ് തികയുന്ന ഇരട്ട സഹോദരന്മാരുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു ലക്ഷ്യം. ഇറാഖ് യുദ്ധം കാരണം ഹിബയ്ക്ക് 5 വയസ്സുള്ളപ്പോഴായിരുന്നു കുടുംബം ന്യൂസിലാൻഡിലേക്ക് കുടിയേറിയത്. പരസ്പരം സൗഹൃദം പുലർത്തുന്ന സമൂഹത്തിലാണ് അവരുടെ കുടുംബം കഴിയുന്നത്. അക്രമം എന്നത് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. എന്നാൽ 2011 185 പേരുടെ മരണത്തിനിടയാക്കി ഭൂകമ്പത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ ഈ ദുരന്തം അതിലും വലുതായി പോയി എന്ന് ദുബായിൽ സ്വന്തമായി കമ്പനി നടത്തുന്ന ഹിബ പറയുന്നു. ശനിയാഴ്ച ന്യൂസിലാൻഡിലേക്ക് പുറപ്പെടും. കഴിഞ്ഞ ദിവസമാണ് പട്ടാളവേഷം ധരിച്ച ബെൻഡൻ ക്രൈസ്റ്റ് ചർച്ചിലെ അൽനൂർ മസ്ജിദിന് സമീപം കാർ നിർത്തി ഹെൽമറ്റിൽ ക്യാമറ ഘടിപ്പിച്ച ഒരാൾ അകത്തേക്ക് കടന്നത്. ജനങ്ങൾക്ക് നേരെ തുരുതുരാ വെടിയുതിർക്കുന്നതും ആളുകൾ പിടഞ്ഞു വീണതും ഉൾപ്പെടെ തത്സമയ ദൃശ്യങ്ങൾ ഈ ക്യാമറ വഴി ഫേസ്ബുക്ക് ലൈവിലൂടെ പുറത്തുവിടുകയായിരുന്നു. ഒരു തോക്ക് ഉപയോഗിച്ച ശേഷം കാറിൽ തിരിച്ചെത്തി മറ്റൊന്നെടുക്കുന്നതും കാണാം. ഒരാളുടെ തൊട്ടടുത്ത് ചെന്ന് നെഞ്ചിലേക്കാണ് വെടിവെക്കുന്നത്. ഉള്ളിലേക്കുന്ന ക്രൂരമായ വീഡിയോ ഫേസ്ബുക്ക് ഉടൻ നീക്കം ചെയ്ത് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇത് പ്രചരിപ്പിക്കരുതെന്ന് ലോകമെങ്ങും പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നായി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരാണ് ബ്രെൻഡന്റെ പൂർവികർ. ആക്രമണം നടത്താനാണ് ന്യൂസിലാൻഡിലെത്തിയത്. അൽനൂർ മസ്ജിദിൽ വെടിവയ്പ് നടത്തിയ ഓസ്ട്രേലിയക്കാരൻ ബെൻഡന്റെ തത്സമയം പുറത്തുവിട്ട ദൃശ്യങ്ങളിലുള്ളത് അയാളുടെ തീവ്ര നിലപാട് വ്യക്തമാക്കുന്ന ശക്തമായ സൂചനകളാണ്. ഫേസ്ബുക്കിലെ ലേഖനത്തിലും കടുത്ത വംശീയ വിദ്വേഷമാണുള്ളത്. വെടിവയ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തും വെള്ളക്കാരനല്ലാത്തവർ രാജ്യത്ത് കുടിയേറുന്നതിനെതിരെ അമർഷം വ്യക്തമാക്കിയതും 87 പേജ് നീളുന്ന വിവരണമാണ് അക്രമിയായ ഓസ്ട്രേലിയൻ യുവാവിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലുള്ളത്. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ ഭീകര സംഘടനകളുടെ വാദങ്ങളും വിശദീകരണങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഭാഷയാണ് ബെൻഡന്റേത്. വെടിവയ്പിന്റെ ഫേസ്ബുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ ഒരിടത്ത് വാഹനത്തിനുള്ളിലെ പാട്ട് മുഴങ്ങിക്കേൾക്കാം. 1992-95 കാലഘട്ടത്തെ ബോസ്നിയൻ യുദ്ധത്തിൽ സെർബിയൻ സേന കവാത്തിനായി ഉപയോഗിച്ചിരുന്ന ഗാനമാണിത്. വംശഹത്യക്കും യുദ്ധകുറ്റങ്ങൾക്കും പിന്നീട് ശിക്ഷിക്കപ്പെട്ട ബോസ്നിയൻ സെർബ് നേതാവ് റാഡോവാൻ കർജിസിനെ പുകഴ്ത്തുന്ന ഒന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ ആയുധങ്ങളിൽ എഴുതി വച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.